ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما ولهم عذاب مهين ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم. ആയത്ത് 178. ولا يحسبن الذين كفروا നിഷേധികൾ വിചാരിക്കേണ്ടതില്ല അന്നമാ നുംലി ലഹും നാം അവർക്ക് ഇളവ് ചെയ്തു കൊടുക്കുന്നത് ഖൈറുൽ ലിഅൻഫുസിഹിം അവർക്ക് നന്മയാണെന്ന് വിചാരിക്കേണ്ടതില്ല. ഇന്നമാ നുംലി ലഹും നാം അവർക്ക് ഇളവ് നൽകുന്നത് ലിയസ്ദാദു ഇസ്മാ അവർ പാപത്തിൽ മുന്നേറുന്നതിന് വേണ്ടിയാണ്. വലഹും അദാബും മുഹീൻ അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീൻ അല്ലാഹു സത്യവിശ്വാസികളെ വിട്ടുകളയുന്നതല്ല. അലാ മാ അൻതും അലൈഹി നിങ്ങളുടെ അവസ്ഥയുടെ മേൽ അല്ലാഹു വിട്ടുകളയുന്നതല്ല. ഹത്താ യമീസൽ ഖബീസ മിനത്തൊയ്യിബ് മ്ലേച്ഛമായതിനെ പരിശുദ്ധമായതിൽ നിന്നും അല്ലാഹു വേർതിരിക്കുന്നത് വരെ വിട്ടുകളയുന്നതല്ല. وما كان الله ليطلعكم على الغيب അല്ലാഹു അദൃശ്യകാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതല്ല. വലാകിന്ന അല്ലാഹ് പക്ഷേ അല്ലാഹു യജ്തബി തിരഞ്ഞെടുക്കുന്നു മിൻ റുസുലിഹി അവന്റെ ദൂതന്മാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു. ഫആമിനു ബില്ലാഹി വറുസുലി ആകയാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. വഇൻ തുഅ്മിനു നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും വതത്തഖൂ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്താൽ ഫലക്കും അജ്റുൻ അളീം അപ്പോൾ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. ഒന്ന്, ഈ ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ട് വിഭാഗം ആളുകളെ കാണാൻ സാധിക്കും. ഒന്ന്, സത്യവിശ്വാസവും സൽക്കർമ്മവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. മറ്റൊന്ന്, നിഷേധവും അഹങ്കാരവും ധിക്കാരവും പാപങ്ങളുമായി കഴിയുന്നവർ. അതുപോലെ നമ്മൾ കാണുന്ന മറ്റ് വലിയൊരു കാഴ്ച, പലപ്പോഴും പാപങ്ങളിൽ കഴിയുന്നവർ അവർ സുഖിക്കുകയും
രസിക്കുകയും ചെയ്യുന്നതായിട്ടാണ്. അവർക്ക് നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, സൽസ്വഭാവമില്ല, സൽക്കർമ്മങ്ങളില്ല. പക്ഷെ അവർക്ക് അധികാരം, സ്ഥാനമാനങ്ങൾ, സുഖരസങ്ങൾ, തോന്നുന്നതെല്ലാം ചെയ്യുന്നു, ഇഷ്ടം പോലെ ജീവിക്കുന്നു. മറുഭാഗത്ത് പലപ്പോഴും സത്യവിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർ വലിയ ഞെരുക്കത്തിലും പ്രയാസത്തിലുമാണ്. ഇത് കാണുന്ന സമയത്ത് പ്രത്യേകിച്ചും നിഷേധികളായ ആളുകൾ ഞങ്ങൾ വലിയ നന്മയിലാണെന്ന് വിചാരിച്ചു പോകും. കാരണം പാപങ്ങൾക്ക് രണ്ട് ഘട്ടമുണ്ട്. ഒന്ന്, ഒരു മനുഷ്യനൊരു പാപം ചെയ്യുമ്പോൾ അത് പാപമാണ് എന്ന ഓർമ്മയോടുകൂടി ചെയ്യൽ. ഇവിടുന്ന് പശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, പാപത്തിൽ കൂടി സുഖമുണ്ടായി, രസമുണ്ടായി, മറ്റുള്ളവരെ കൈകൊട്ടുന്നു. അങ്ങനെ പലപ്പോഴും ആ പാപങ്ങളെ നന്മയായിട്ട് കാണാൻ തുടങ്ങും, മിടുക്കായിട്ട് കാണാൻ തുടങ്ങും. മറ്റുള്ളവരെ കൊല്ലുന്നത്, തിന്നുന്നത്, തോന്നിവാസങ്ങൾ കാട്ടുന്നത് വലിയ സാമർത്ഥ്യമായിട്ട് കാണാൻ തുടങ്ങും. എന്നിട്ട് അവർ പറയും, ഇതുപോലെ ഞങ്ങൾ വലിയ നന്മയിലാണ് എന്ന് പറയാൻ തുടങ്ങും. അല്ലാഹു തആല അത്തരം ആളുകളെയും അവരെ കണ്ടുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള സത്യവിശ്വാസികളെയും ഉണർത്തുകയാണ് ആദ്യത്തെ ആയത്തിൽ. وَلَا يَحْسَبَنَّ الَّذِينَ كَفَرُوا أَنَّمَا نُمْلِي لَهُمْ خَيْرٌ لِأَنفُسِهِمْ. പടച്ചവൻ നിഷേധികൾക്ക് ഇളവ് നൽകുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല, പടച്ചവന് സ്നേഹമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയായതുകൊണ്ടൊന്നുമല്ല. നിഷേധികൾ വിചാരിക്കേണ്ടതില്ല നാം അവർക്ക് ഇളവ് നൽകുന്നത് കുറെ നാൾ ജീവിക്കാൻ അവസരം കൊടുക്കുന്നു, കുറെ നാൾ ഭരിക്കാൻ, കുറെ നാൾ നല്ല നിലയിൽ കഴിയാൻ സാഹചര്യം കൊടുക്കുന്നത് അവർക്കെന്തോ നന്മയാണെന്ന് വിചാരിക്കരുത്. പിന്നെയോ, ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ, നാം അവർക്ക് ഇളവ് നൽകുന്നത് അവർ പാപത്തിൽ മുന്നേറി അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവസാനം അവരുടെ മേൽ പ്രമാണം സ്ഥാപിക്കപ്പെട്ട് അങ്ങനെ അവർ പടച്ചവരിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. ഒരാൾ ചൂണ്ടയിട്ടു നദിയിൽ, ചൂണ്ടയുടെ അരികിൽ ഒരു നല്ല ഇരയെ വെക്കും. എന്നിട്ട് ആ ചൂണ്ട കഴിവിന്റെ പരമാവധി താഴ്ഭാഗത്തേക്കിടും. ഈ സമയത്ത് വിഡ്ഢിയായ മത്സ്യം പറയും, എന്തൊരു രസമാണെന്ന് നോക്കി, ആഹാരം എന്റെ വായിലേക്ക് ഇങ്ങ് വരികയാണ്, ഞാൻ എത്ര മിടുക്കായിരിക്കും. ആ സമയത്ത് അനുഭവസ്ഥരായ മറ്റ് മത്സ്യങ്ങൾ പറഞ്ഞു, മോനെ പോകരുത് അങ്ങോട്ട്, കാരണം നീ അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിന്റെ തൊണ്ടയിൽ കുരുങ്ങും, എന്നിട്ടോ നിന്നെ അവർ പൊക്കിയെടുക്കും, എന്നിട്ടോ നീ പടച്ച് മരിക്കും, എന്നിട്ടോ നിന്റെ മുകളിൽ അവർ കത്തി കൊണ്ട് നന്നായിട്ട് ഒരയ്ക്കും, എന്നിട്ടോ അതിൽ മസാലയെല്ലാം പുരട്ടും, എന്നിട്ടോ അവർ നിന്നെ പൊരിക്കും, എന്നിട്ടോ നിന്നെ അവർ സുഖകരമായി കഴിക്കും. ഈ സമയത്ത് ആ വിഡ്ഢിയായ മത്സ്യം പറയും, ഉപ്പുപ്പായ്ക്ക് ഉമ്മായിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. അത് കയറി കടിക്കും. നന്നായിട്ട് കുരുങ്ങുന്ന സമയത്ത് മുകളിലുള്ള മീൻപിടുത്തക്കാരൻ പതുക്കെ സാധനത്തിനെ പൊക്കി ഈ പറയപ്പെട്ട മുഴുവൻ ഘട്ടങ്ങളിലേക്ക് മയക്കും. അള്ളാഹുവിന് പിടിക്കാനൊരു സമയമുണ്ട്. കബഡി കളിക്കുന്നവർ നന്നായിട്ടുള്ളിലോട്ട് കയറുമ്പോഴാണ് കാലിൽ പിടിച്ച് തൂക്കിയിടുന്നത്. അതുപോലെ ഓരോരുത്തർക്കും അള്ളാഹു അവസരം കൊടുക്കും. മനസ്സിലാക്കണം, ഈ അവസരം നേരത്തെ പറഞ്ഞതുപോലെ പാപത്തിന് മാത്രം നീങ്ങാനല്ല, മനസ്സാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ, ബുദ്ധി എന്നൊന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കി പാപത്തിൽ നിന്ന് മാറും. എന്റെ ജീവിതം ഇങ്ങനെ കഴിച്ചുകൂട്ടാനുള്ളതല്ല, എന്റെ കൂട്ടുകാരെല്ലാവരും നന്നായി, ഞാനിങ്ങനെ പാപത്തിൽ തന്നെ കഴിയുന്നു. ബുദ്ധിയുള്ളവർ അങ്ങനെ ആ രീതിയിൽ മാറുന്നതാണ്. അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. ബുദ്ധിയില്ലാത്തവർ അവർ പാപത്തിൽ തന്നെ മുന്നേറും. എന്നിട്ടോ
വലഹും അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയുണ്ട്. അവസാനം മലക്കുൽ മൗത്ത് വന്ന് അവരുടെ ആത്മാവ് ശക്തമായി പിടിക്കും, ഖബറിലേക്ക് വലിച്ചെറിയും, മഹ്ശറയിൽ അവരെ വേവിച്ചെടുക്കും, നരകത്തിലേക്ക് കാലാകാലം തള്ളും. അതുകൊണ്ട് പാപത്തിന്റെ പേരിൽ എന്തെങ്കിലും സുഖങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ആ സുഖം ഒരിക്കലും സുഖമല്ല, അത് ചൊറി പോലുള്ള സുഖമാണ്. ചൊറിയുമ്പോൾ ഭയങ്കരമായ രസമായിരിക്കും. പക്ഷെ വാപ്പ പറയും മോനെ ചൊറിയരുത്, ഉമ്മ പറയും ചൊറിയരുത്, അത് കൂടുതൽ കടുപ്പമാകും. ഇതുപോലെയാണ് പാപത്തിൽ നിന്നും ഉണ്ടാകുന്ന രസം. അതുകൊണ്ട് നിഷേധികൾക്കുള്ള ഇളവ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. മറുഭാഗത്ത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പാപം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കണ്ടുപിടിക്കുന്നു, നമ്മെ ഗുണദോഷിക്കുന്നു, മാതാപിതാക്കൾ വഴക്ക് പറയുന്നു, നമ്മളെ പാപത്തിന് സമ്മതിക്കുന്നില്ല. ഇത് പടച്ചവന്റെ വലിയ അനുഗ്രഹമായി കാണണം, ഔദാര്യമായി കാണണം, കൃപയായി കാണണം. അതുപോലെ ആരെങ്കിലും പാപത്തിലേക്ക് വന്നു, എന്തെങ്കിലും അപകടം സംഭവിച്ചു, പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി, പടച്ചവൻ അനുഗ്രഹമായി കാണണം. അള്ളാഹു നമ്മെ പാപത്തിൽ സൂഹിക്കുന്നതിനെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ആയത്തിൽ മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. ഈ ലോകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വിഭാഗം ജനങ്ങൾ, സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം, നിഷേധം, ദുഷ്കർമ്മം, ദുസ്വഭാവം. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേർക്കുമുള്ള ഫലങ്ങൾ ഈ ലോകത്ത് അധികമൊന്നും കിട്ടി കാണുന്നുമില്ല. സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം, അവർക്ക് വലിയ സുഖങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ വലിയ സുഖങ്ങളുണ്ട്, അത് വേറെ കാര്യം. ഖുർആന് മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്. ആത്മസംതൃപ്തി, ഹൃദയ സമാധാനം, നല്ല പേര്, ജീവിതത്തിൽ ഐശ്വര്യം, കുറഞ്ഞതിൽ സംതൃപ്തി, മസ്ജിദിന്റെ മൂലയിൽ സുഖമായിട്ട് കിടന്നുറങ്ങും, കുറഞ്ഞ ആഹാരം വലിയ റാഹത്തായിട്ട് കഴിക്കും. എന്നാലും ബാഹ്യമായി അവർക്ക് വലിയ സുഖങ്ങളൊന്നുമില്ല. മറുഭാഗത്ത് ഈ നിഷേധവും പാപങ്ങളും അക്രമങ്ങളും കാണിക്കുന്നവർക്ക് വലിയ സുഖം. യഥാർത്ഥത്തിൽ അവർക്ക് സുഖമില്ല, വലിയ തലവേദനയാണ്. ഒരിക്കലും ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആത്മഹത്യ ചെയ്യാറില്ല, രണ്ടാമത്തെ വിഭാഗങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാരാളം ആൾക്കാരെ കൊന്നിട്ടും അവർക്ക് മതി വരുന്നില്ല, ധാരാളം ആൾക്കാരെ തിന്നിട്ടും മതി വരുന്നില്ല, അക്രമങ്ങളിൽ തന്നെ മുമ്പോട്ട് നീങ്ങുകയാണ്. എങ്കിലും ബാഹ്യമായിട്ട് അവർ കുറെ സൂഹിക്കുകയില്ല. ഈ സമയത്ത് അള്ളാഹുവിന് എന്തുകൊണ്ട് രണ്ടുപേരെയും ഇവിടെ വെച്ച് തന്നെ വേർതിരിച്ച് സത്യവിശ്വാസികൾക്ക് ഇവിടെ തന്നെ അള്ളാഹുവിന് നല്ല സ്വർഗീയ ജീവിതം, നിഷേധികൾക്ക് ഇവിടെ വെച്ച് തന്നെ നരകീയ ജീവിതം നൽകിക്കൂടെ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് മറുപടി അള്ളാഹു പറയുന്നു, സത്യവിശ്വാസ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകാനുള്ള സ്ഥലമല്ല ഈ ലോകം. നിഷേധത്തിനും ധിക്കാരത്തിനുമുള്ള അടി കൊടുക്കേണ്ട സ്ഥലമല്ല ഈ ലോകം. ഈ ലോകത്തിന് അതിന് അർഹതയില്ല. നരകത്തിന്റെ ഒരൽപ്പം പുക ദുന്യാവിലേക്ക് വന്നാൽ മനുഷ്യരെല്ലാവരും ശ്വാസമുട്ടി മരിച്ചു പോകും. സ്വർഗത്തിന്റെ ഒരൽപ്പം സുഗന്ധം ദുന്യാവിലേക്ക് വന്നാൽ എല്ലാവരും സുഗന്ധം കാരണം വീർപ്പ് പൊട്ടി മരിച്ചു പോകും. അതിനുവേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന ലോകമാണ് പരലോകം. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. അള്ളാഹു സത്യവിശ്വാസികളെ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ഒരിക്കലും വിടുന്നതല്ല. ഒരു ഭാഗത്ത് സത്യവിശ്വാസി, കൂട്ടത്തിൽ നിഷേധി, ഈ രണ്ടു കൂട്ടം ആൾക്കാരും ഈ ലോകത്ത് ഒരുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രണ്ടും ഒരുപോലെയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. അള്ളാഹു നെല്ലിനെ നെല്ലായിട്ടും പതിരിനെ പതിരായിട്ടും വെള്ളത്തെ വെള്ളമായിട്ടും വിഷത്തെ വിഷമായിട്ടും രാവിനെ രാവായിട്ടും പകലിനെ പകലായിട്ടും അള്ളാഹു വേർതിരിക്കും. അതെങ്ങനെയാണ് വേർതിരിക്കുന്നത്? വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ്. അള്ളാഹു നിങ്ങൾക്ക് അദൃശ്യ വൃത്താന്തങ്ങളൊന്നും അറിയിച്ചു തരികയില്ല. ആരാണ് നല്ലവൻ, ആരാണ് മോശപ്പെട്ടവനെന്ന് അള്ളാഹു തആല ആരുടെയും മനസ്സ് ഈ ലോകത്ത് തുറന്നു കാട്ടി തരികയില്ല.
പിന്നെന്ത് ചെയ്യും? വലാകിന്ന അല്ലാഹ യജ്തബീ മിർ റുസുലിഹി മൻ യശാ. അല്ലാഹു അവന്റെ ദൂതന്മാരിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുക്കും. മഹാന്മാരായ നബിമാരിൽ നിന്നും അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുത്ത് അവർക്ക് ചില രഹസ്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കും. ആ നബിമാർ പറയും, പ്രത്യേകിച്ചും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്ന 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 ഗുണങ്ങൾ വിജയത്തിന്റെ അടയാളമാണ്, ഇന്ന 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 ദുർഗുണങ്ങൾ പരാജയത്തിന്റെ അടയാളമാണ്, ഇന്ന ഇന്ന സൽഗുണങ്ങളുള്ളവർ ഈ ലോകത്ത് സമാധാനത്തിൽ ജീവിക്കും, ഖബറിൽ മഹ്ശറയിൽ സ്വർഗലോകത്ത് സുഖിക്കും, ഇന്ന ഇന്ന ദുസ്വഭാവമുള്ളവർ ഈ ലോകത്തും തലവേദനയായിരിക്കും, ഖബറിലും മഹ്ശറയിലും പരലോകത്തും തലവേദനയെടുക്കും. മഹാന്മാരായ നബിമാരെയാണ് അള്ളാഹു മാനദണ്ഡമാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നബിമാരിലേക്ക് നിങ്ങൾ നോക്കി. നബിമാര് ശരിയെന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരി, അവർ തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റ്. അവരുടെ പിന്നാലെ നിങ്ങൾ നടക്കിൻ. ഫആമിനൂ ബില്ലാഹി വറുസുലി. ആകയാൽ എന്റെ ദാസന്മാരെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, വറുസുലിഹി അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. എല്ലാ നബിമാരിലും വിശ്വസിക്കണം. അവസാനം നബിയുൽ അംബിയാ സയ്യിദുൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കും. എന്നിട്ട് തങ്ങളുടെ പുറകിൽ നടക്കും. ഒരു വിദഗ്ധനായ വൈദ്യൻ അദ്ദേഹം രോഗിയോട് പറഞ്ഞു, നിന്റെ ഇന്നിന്ന കാര്യങ്ങൾ, നിനക്ക് ഇന്നിന്ന രോഗമുണ്ട്, ഇന്നിന്ന മരുന്ന് കഴിക്കണം. ഗുരുത്വമുള്ളവനാണെങ്കിൽ അത് അംഗീകരിക്കും സന്തോഷത്തോടെ. ഇതുപോലെ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അനുസരണയുള്ള അനുയായിയാകിൻ. തങ്ങൾ ഏതൊരു കാര്യം പറയുന്നു സന്തോഷത്തോട് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഫആമിനൂ ബില്ലാഹി വറുസുലിഹി വഇൻ തുഅ്മിനൂ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നന്നാക്കുകയും വതത്തഖൂ ജീവിതം സൂക്ഷ്മതയുള്ളതാക്കുകയും ചെയ്താൽ, തഖ്വ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വർജിക്കുക, ഈ രണ്ട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫലക്കും അജ്റുൻ അളീം നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. ഈ ലോകത്ത് സന്തോഷം സമാധാനം, നാളെ പരലോകത്ത് യഥാർത്ഥ പ്രതിഫലം, സമുന്നത പ്രതിഫലം. വഇൻ തുഅ്മിനൂ വതത്തഖൂ ഫലക്കും അജ്റുൻ അളീം. ആകയാൽ ഈ ലോകത്ത് നിങ്ങൾ നോക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിലേക്ക്. ഖുർആനും ഹദീസും ഏതെന്ന് ശരിയെന്ന് പറയുന്നോ ശരി, ഏതെന്ന് തെറ്റെന്ന് പറയുന്നോ തെറ്റ്. നിങ്ങൾ അതിൽ വിശ്വസിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം ഈ ലോകത്തിൽ ലഭിക്കുന്നതാണ്, നാളെ പരലോകത്തിൽ ലഭിക്കുന്നതാണ്. വഇൻ തുഅ്മിനൂ നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും വതത്തഖൂ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്താൽ ഫലക്കും അജ്റുൻ അളീം നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ പരിപൂർണമായി വിശ്വസിക്കാനും ജീവിതത്തെ നന്മ നിറഞ്ഞതാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.